ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കുന്നത് തെർമോഗ്രാവിമെട്രിയാണ്. Thermogravimetry is a technique in which the weight of a sample material under conditions of its heating or cooling at a controlled rate is recorded continuously as a function of temperature or time. അതായത് നമ്മുടെ കയ്യിൽ ഒരു സാമ്പിൾ ഉണ്ടെന്ന് വെക്കുക. ഈ സാമ്പിളിൻ്റെ ഒരു സാമ്പിൾ മെറ്റീരിയലിൻ്റെ വെയിറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത്. കൺട്രോൾഡ് റേറ്റിൽ നമ്മുടെ കയ്യിലുള്ള ആ ഒരു സാമ്പിളിനെ ഒന്നുകിൽ ഹീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ കൂൾ ചെയ്യുന്നു. എന്നിട്ടോ അതിൻ്റെ വെയ്റ്റിനെ ടെമ്പറേച്ചറിൻ്റെ അല്ലെങ്കിൽ ടൈമിൻ്റെ ഫങ്ഷനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ഓക്കെ, ആ ഒരു ടെക്നിക്കിനെയാണ് തെർമോഗ്രാവിമെട്രി എന്ന് പറയുന്നത്. The instrument required for thermogravimetry is a precision balance with a furnace programmed for a linear rise of temperature with time. This is called a thermobalance. അതായത് ഇപ്പോൾ തെർമോഗ്രാവിമെട്രിക്ക് വെയ്റ്റിനെ അളക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആവശ്യമുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റ് പ്രെസിഷൻ ബാലൻസും അതുപോലെ തന്നെ ഫർണസും കൂടി ഉപയോഗിച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിട്ടുള്ളത്. അപ്പം ഫർണസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ഹീറ്റിനെ അല്ലെങ്കിൽ ടെമ്പറേച്ചറിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു ഫർണസും അതുപോലെ തന്നെ പ്രെസിഷൻ ബാലൻസും കൂടി ചേർന്നതാണ് ആ ഒരു ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത്. ഇനി ആ ഇൻസ്ട്രുമെൻറ്റിനെ വിളിക്കുന്ന പേരാണ് തെർമോ ബാലൻസ്. ഇന്ന് നമ്മൾ നോക്കുന്നത് തെർമോഗ്രാവിമെട്രിക് കർവാണ്, അല്ലെങ്കിൽ TG കർവ് എന്ന് പറയുന്നത്. The results from an operation with a thermobalance are recorded with the weight as the ordinate and temperature or time as the abscissa. Such a curve is called a thermogravimetric curve or thermogram. It expresses the dependence of the sample weight on temperature T or time T. അതായത് നമ്മളിപ്പം തെർമോഗ്രാവിമെട്രിയിൽ തെർമോബാലൻസ് ഉപയോഗിച്ചിട്ട് വെയിറ്റ് കണ്ടുപിടിച്ചു എന്ന് വിചാരിക്കാം. ഒരുപാട് കുറച്ച് വെയ്റ്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ആ റിസൾട്ട്സ് ഒക്കെ അങ്ങനെ വെക്കുക. എന്നിട്ട് Y കോർഡിനേറ്റ് അല്ലെങ്കിൽ ഓർഡിനേറ്റിൽ വെയിറ്റ് മാർക്ക് ചെയ്തു, X കോർഡിനേറ്റിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടൈം മാർക്ക് ചെയ്തു, X കോർഡിനേറ്റ് ഓർ ആബ്സിസ. എന്നിട്ടോ നമ്മുടെ കയ്യിലുള്ള റിസൾട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ആ റിസൾട്ട്സ് ഒക്കെ പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും, ഒരു കർവ് കിട്ടും. ആ കർവാണ് തെർമോഗ്രാവിമെട്രിക് കർവ് അല്ലെങ്കിൽ തെർമോഗ്രാം ഓർ TG കർവ് എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, നമ്മൾ Y കോർഡിനേറ്റിൽ എന്താണ് വെയിറ്റാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്, ആബ്സിസയിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഏതാണ് ടൈമാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാം? TG കർവ് സാമ്പിളിൻ്റെ വെയ്റ്റിനെ ടെമ്പറേച്ചറിനും ടൈമിനും അനുസരിച്ചുള്ള ഒരു വെയ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. ഇനി ഈ ഒരു ഫിഗർ നോക്കുക. ഈ ഒരു ഫിഗറിൽ TG കർവിനെയാണ് കാണിച്ചിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഒരു A ഗീവ്സ് B എന്ന് പറയുന്ന ഒരു ഹൈപ്പോത്തറ്റിക്കൽ റിയാക്ഷൻ്റെ സിംഗിൾ സ്റ്റേജ് മാസ്റ്റേഴ്സ് കർവിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ ഒരു ഗ്രാഫിൽ കാണിച്ചിട്ടുള്ളത്. ഇതിൽ A എന്ന് പറയുന്ന സബ്സ്റ്റൻസ് ഒരു സോളിഡ് ഫേസിലുള്ളതും അത് B ആയിട്ട് മാറുമ്പം അത് ഗേഷ്യസ് ഫേസിലുള്ള ഒരു സബ്സ്റ്റൻസുമായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇതിൽ കാണിച്ചിരിക്കുന്ന TI അതുപോലെ തന്നെ TF എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? TI എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ ടെമ്പറേച്ചറും TF എന്ന് പറഞ്ഞാൽ ഫൈനൽ ടെമ്പറേച്ചറും ആണ്. ഓക്കെ, ഇത്രയാണ് ഈ ഒരു ഗ്രാഫിനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ TG കർവ് എന്തൊക്കെ ഇൻഫർമേഷൻസ് തരുന്നുണ്ടെന്ന്. TG കർവ് നമ്മുടെ കയ്യിലുള്ള സാമ്പിളിൻ്റെ കോമ്പോസിഷനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ തെർമൽ സ്റ്റെബിലിറ്റിയെ പറ്റിയിട്ട്, അതിൻ്റെ ഡീകമ്പോസിഷനെ പറ്റിയിട്ട്. ഇനി അപ്പോൾ ആ ഒരു സാമ്പിൾ നമ്മൾ ഹീറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക. ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ടാകും, ആ പ്രൊഡക്ട്സിനെ പറ്റിയിട്ടുള്ള ഇൻഫർമേഷനും ആര് തരുന്നുണ്ട്? TG കർവ് നമുക്ക് തരുന്നുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അതിൻ്റെ ഫീച്ചേഴ്സാണ്, TG കർവിൻ്റെ ഫീച്ചേഴ്സ്. അതിൽ ഈ ഒരു ഗ്രാഫ് നോക്കുക. തൊട്ട് മുമ്പ് നമ്മൾ കണ്ട സിമ്പിൾ TG കർവ്, ആ കർവിൽ കാണുന്ന ഹൊറിസോണ്ടൽ പോർഷൻസ് ഉണ്ടല്ലോ, ഇത് രണ്ടും, ഈ പോർഷൻസ് രണ്ടും നോക്കുക. ദിസ് പോർഷൻസ് ഇൻഡിക്കേറ്റ് റീജിയൻസ് വേർ ദർ ഈസ് നോ വെയിറ്റ് ചേഞ്ച് ഇല്ലാത്ത റീജിയൻസിനെയാണ് ഈ രണ്ട് പോർഷൻസും കാണിച്ചിട്ടുള്ളത്. അതായത് TG കർവ് ശരിക്കും അവിടെ എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻഡിക്കേറ്റ് ദ റീജിയൻസ് ഓഫ് തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിൻ്റെ തെർമൽ സ്റ്റെബിലിറ്റി കാണിക്കുന്ന റീജിയൻസ് ആര് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? TG കർവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അതായത് ഈ റീജിയൻസിൽ ഇപ്പം കാണിച്ചിട്ടുള്ള ഈ റീജിയൻസിൽ ആ സബ്സ്റ്റൻസ് തെർമൽ സ്റ്റേബിളായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഈ ഒരു കർവ് നോക്കുക.
ഈ കർവിൽ ഈ ഒരു കർവ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെയിറ്റ് ലോസിനെയാണ്, ആ ഒരു സബ്സ്റ്റൻസിൻ്റെ വെയിറ്റ് ലോസ്. ഇതാണ് അതിൻ്റെ തേർഡ് ഫീച്ചർ എന്ന് പറയുന്നത്. ദ കേർഡ് പോർഷൻസ് ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് വെയിറ്റ് ലോസസ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടി ഐ ഇനീഷ്യൽ ടെമ്പറേച്ചറും അതുപോലെ തന്നെ ടി എഫ് ഫൈനൽ ടെമ്പറേച്ചറും എന്താണെന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. The temperature at which the cumulative mass change reaches a magnitude that can be detected by a thermobalance is called the initial temperature or procedural decomposition temperature TI. അതായത് നമ്മുടെ കയ്യിലുള്ള സബ്സ്റ്റൻസ് ഉണ്ടല്ലോ, ആ സബ്സ്റ്റൻസിൻ്റെ ക്യുമുലേറ്റീവ് മാസ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ മാഗ്നിറ്റ്യൂഡിലേക്ക് എത്തുന്നു. ഓക്കെ, ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഏതാണെന്ന് തെർമോ ബാലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നു. ഇനി തെർമോ ബാലൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഇല്ലേ, ആ ടെമ്പറേച്ചറാണ് ഇനിഷ്യൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ പ്രൊസീജിയറൽ ഡീകമ്പോസിഷൻ ടെമ്പറേച്ചർ TI എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫൈനൽ ടെമ്പറേച്ചർ, ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ ക്യുമുലേറ്റീവ് മാസ് ചേഞ്ച് first reaches its maximum value corresponding to the completion of the reaction is called the final temperature TF. അതായത് നമ്മുടെ കയ്യിലുള്ള ആ ഒരു സബ്സ്റ്റൻസിൻ്റെ ക്യുമുലേറ്റീവ് മാസ് ഏതോ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ അതിൻ്റെ മാക്സിമം വാല്യൂവിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നു. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ ആ ഒരു റിയാക്ഷൻ കംപ്ലീറ്റ് ആവുന്നു. ആ പർട്ടിക്കുലർ ടെമ്പറേച്ചർ ഏതാണെന്ന് നോക്കുക. ആ ടെമ്പറേച്ചർ ആയിരിക്കും ഫൈനൽ ടെമ്പറേച്ചർ TF ആയിട്ട് പറയുന്നത്. ഇനി അഞ്ചാമത്തെ ഫീച്ചറാണ് the difference between the final temperature and the initial temperature, that is TF minus TI is called the reaction interval. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. 5 ഫീച്ചേഴ്സാണ് അതിനുള്ളത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫോർ TGA, അതായത് TG അപ്പാരറ്റസിൻ്റെ കമ്പോണൻസ് ആണ് മെയിനായിട്ട് ഈ ഒരു ടോപ്പിക്കിൽ പറയുന്നത്. മെയിനായിട്ട് 6 കമ്പോണൻസ് ആണ് അതിനുള്ളത്. പിന്നെ ഈ ഒരു ഗ്രാഫിലെ കമ്പോണൻസ് ഒക്കെ പറയുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഏതൊക്കെയാണ് ആ ഒരു 6 കമ്പോണൻസ് എന്ന് നമുക്ക് നോക്കാം. സാമ്പിൾ കപ്പ് ആൻഡ് ഹോൾഡർ, ഫർണസ്, തെർമോകപ്പിൾ, ഫർണസ് കൺട്രോൾ, തെർമോ ബാലൻസ് ആൻഡ് റെക്കോർഡർ. ഇങ്ങനെ 6 കമ്പോണൻസ് ആണ് മെയിനായിട്ട് അതിനുള്ളത്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് വിശദമായിട്ട് നോക്കാം. Sample cup and holder. The sample is taken in a sample cup or crucible made from a suitable material like quartz, alumina, stainless steel, platinum, graphite, etc. and placed on a holder. അതായത് നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ ഉണ്ടല്ലോ, ആ സാമ്പിളിൽ നമ്മളൊരു സാമ്പിൾ കപ്പിൻ്റെ ഉള്ളിൽ വെക്കുന്നു. ഓക്കെ, ഇനി ഈ സാമ്പിൾ കപ്പ് എന്ന് പറഞ്ഞാൽ ക്വാർട്സ്, അലുമിന, സ്റ്റെയിൻലെസ് സ്റ്റീൽ, പ്ലാറ്റിനം, ഗ്രാഫൈറ്റ് അങ്ങനെയുള്ള കുറച്ച് സ്യൂട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു സാമ്പിൾ കപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. എന്നിട്ടോ ഈ നമ്മൾ സാമ്പിൾ വെച്ചിട്ടുള്ള ഈ ഒരു സാമ്പിൾ കപ്പില്ലേ, ആ സാമ്പിൾ കപ്പ് ഒരു ഹോൾഡറിൻ്റെ ഉള്ളിലാണ് പ്ലേസ് ചെയ്ത് വെക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഫർണസ്. നമ്മുടെ ഈ ഒരു സാമ്പിൾ ഹോൾഡർ ഉണ്ടല്ലോ, ഈ സാമ്പിൾ ഹോൾഡർ ഒരു ഫർണസിൻ്റെ ചേംബറിൻ്റെ ഉള്ളിൽ വെക്കുന്നു. ഈ ചേംബറിന് ആ ഒരു ഹോൾ പ്രോസസ്സിൽ ചേംബറിന് സാധാരണയായിട്ട് ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പം പെർ അവറിൽ 10 to 500 ഡിഗ്രി സെൽഷ്യസ് വരെ അത് ടെമ്പറേച്ചറിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു ഹോൾ പ്രോസസ്സിൽ ആ ടെമ്പറേച്ചറിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഇതിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും ഈ ഒരു ചേംബറിന്. ഓക്കെ, ഇനി സാധാരണ തെർമോഗ്രാവിമെട്രിയിൽ എല്ലാ ഫർണസുകളിലും ഉള്ള ഒരു ടെമ്പറേച്ചറിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇനി ഇപ്പം ആ ഒരു ഹീറ്റിംഗ് എലമെൻറ്റ്സ് നിക്രോം വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ഏകദേശം 1100 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചേഴ്സ് ഉണ്ടാവും. ഇനി നമുക്ക് ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്താണ്, പ്ലാറ്റിനം അതുപോലെ റോഡിയം പോലുള്ള അലോയ്സ് ഉപയോഗിച്ചിട്ട് ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഇപ്പം നമ്മുടെ കയ്യിലുള്ള സാമ്പിൾ ഉണ്ടല്ലോ, നമ്മൾ ആ സാമ്പിൾ ഫർണസിൽ വെച്ചില്ലേ, ചിലപ്പോൾ ആ സാമ്പിളിന് ഓക്സിഡേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓക്സിഡേഷൻ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യണം. അപ്പോൾ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫർണസിനൊന്ന് ക്ലീൻ ചെയ്യുന്നു. നൈട്രജൻ, ആർഗൺ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെയുള്ള ഇതിലേതൊരു 3 ഈ 3 ഗ്യാസിൽ ഏതെങ്കിലും ഒരെണ്ണം ഉപയോഗിച്ചിട്ട് ഫർണസ് പെർജ് ചെയ്യും അല്ലെങ്കിൽ ക്ലീൻ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യുന്നു, അവിടെയുള്ള സാമ്പിളിൻ്റെ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. തേർഡ് വൺ ഈസ് തെർമോകപ്പിൾ. തെർമോകപ്പിൾ എന്ന് പറഞ്ഞാൽ സാമ്പിൾ കണ്ടെയ്നറിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു തെർമോകപ്പിൾ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ തെർമോകപ്പിൾ നമ്മുടെ കയ്യിലുള്ള സാമ്പിളിൻ്റെ ടെമ്പറേച്ചറിന് എന്ത് ചെയ്യും, മെഷർ ചെയ്യും.
ഈ 1600 ° വരെയൊക്കെയുള്ള ടെമ്പറേച്ചറിനെ സാധാരണയായിട്ട് ക്രോമൽ അലുമൽ തെർമോകപ്പിൾസ് ആണ് മെഷർ ചെയ്യുന്നത്. ഇനി അതുപോലെ നമുക്ക് ഹയർ ആയിട്ടുള്ള ടെമ്പറേച്ചേഴ്സിനെ മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലാറ്റിനം അല്ലെങ്കിൽ റോഡിയം പോലുള്ള അലോയ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെയുള്ള ഹയർ ടെമ്പറേച്ചറിനൊക്കെ മെഷർ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഫോർത്ത് വൺ ഈസ് ഫർണസ് കൺട്രോൾ. ഫർണസ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഇപ്പം മോഡേൺ ആയിട്ടുള്ള TGA ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടല്ലോ, മോഡേൺ ആയിട്ടുള്ള ഈ ഒരു TGA ഇൻസ്ട്രുമെൻറ്റ്സിൽ ഇപ്പം ഫർണസിലെ ടെമ്പറേച്ചറിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ടെമ്പറേച്ചറിനെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരു മൈക്രോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നുണ്ട്. ഈ മൈക്രോ കമ്പ്യൂട്ടറിന് തെർമോകപ്പിളിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ടിനെ ഓട്ടോമാറ്റിക്കലായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പം ഈ ഫർണസ് കൺട്രോളിൽ എന്താ സംഭവിക്കുന്നത്, ഈ മൈക്രോ കമ്പ്യൂട്ടർ എന്ത് ചെയ്യുന്നു, അങ്ങനെ റെക്കഗ്നൈസ് ഒക്കെ ചെയ്തിട്ട് അത് എത്രത്തോളം ഉണ്ട് അതിൻ്റെ വോൾട്ടേജ് ഔട്ട്പുട്ട് എന്ന് നോക്കും. എന്നിട്ട് അവിടെ ആവശ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചർ ഉണ്ടല്ലോ, ആ ടെമ്പറേച്ചറിന് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ അതിന് റിലേറ്റ് ചെയ്യുന്ന തരത്തിൽ ഫർണസ് ഹീറ്ററിലേക്ക് വോൾട്ടേജിനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ഫർണസ് കൺട്രോൾ എന്ന് പറയുന്നത്. ഇനിയുള്ളത് തെർമോ ബാലൻസ് ആണ്. തെർമോ ബാലൻസ് എന്ന് പറഞ്ഞാൽ TGA ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒരു വെയിങ് മെക്കാനിസമാണ് തെർമോ ബാലൻസ് എന്ന് പറയുന്നത്. 1 milligram to 100 gram വരെയുള്ള അതായത് ആ ഒരു മാസ് വരുന്ന സാമ്പിൾസിൻ്റെയൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് തെർമോ ബാലൻസ് കൊമേഴ്ഷ്യലി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ലബോറട്ടറീസിലൊക്കെ ഏകദേശം 5 to 20 milligram ആ ഒരു റേഞ്ച് വരുന്ന തെർമോ ബാലൻസുകളാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പം അതിൽ ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സാമ്പിളിൻ്റെ മാസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുവാണെങ്കിൽ അത് ബാലൻസ് ബീമിൻ്റെ ഡിഫ്ലക്ഷന് കാരണമാകും. അങ്ങനെ വന്നു കഴിയുമ്പോൾ 2 ഫോട്ടോഡയോഡ്സ് ഉണ്ട്. അതിൽ ഈ ലാമ്പിൽ നിന്നൊരു ബീം ഓഫ് ലൈറ്റ് പോകുന്നുണ്ട്. ലാമ്പിൽ നിന്നൊരു ബീം ഓഫ് ലൈറ്റ് പോകുന്നുണ്ട്. ആ ബീം ഓഫ് ലൈറ്റിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അത് 2 ഫോട്ടോഡയോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ ഒരു ഫോട്ടോഡയോഡിലേക്കുള്ള ആ ബീം ഓഫ് ലൈറ്റിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പം ഫോട്ടോഡയോഡ് കറണ്ടിൻ്റെ ഉള്ളൊരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് കളയണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഫോട്ടോഡയോഡ് കറണ്ടിനെ നമ്മൾ ആംപ്ലിഫൈ ചെയ്യുന്നു. എന്നിട്ട് ഇറ്റ് ഈസ് ഫെഡ് ഇൻ ടു എ കോയിൽ പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ പോൾസ് ഓഫ് എ പെർമനൻറ്റ് മാഗ്നറ്റ്. ആ കോയിൽ എങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കാം. പെർമനൻറ്റ് മാഗ്നറ്റിൻ്റെ പോൾസ് ഉണ്ടല്ലോ, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് ഈ കോയിൽ വെക്കും. അങ്ങനെ വെച്ച് കഴിയുമ്പം കോയിലിൻ്റെ ഉള്ളിൽ ഈ മാഗ്നറ്റിക് ഫീൽഡ് കാരണം ഒരു കറണ്ട് ജനറേറ്റ് ചെയ്യും. എന്നിട്ടോ ഈ കറണ്ട് എന്ത് ചെയ്യുന്നു, ആ ബീമിനെ അതിൻ്റെ ഒറിജിനൽ പൊസിഷനിലേക്ക് റീസ്റ്റോർ ചെയ്ത് കൊണ്ടുവരുന്നു. എന്നിട്ടോ ദ ആംപ്ലിഫൈഡ് ഫോട്ടോഡയോഡ് കറണ്ട് ഈസ് മോണിറ്റേഡ്. ഈ നമ്മളിപ്പോൾ ആംപ്ലിഫൈ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഫോട്ടോഡയോഡ് കറണ്ട് ഉണ്ടല്ലോ, അതിനെ മോണിറ്റർ ചെയ്തിട്ട് ടെയർ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നു, ഒന്നെങ്കിൽ മാസ്സായിട്ട് അല്ലെങ്കിൽ മാസ് ലോസ് ഇൻഫർമേഷനായിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുന്നു. 6th വൺ ഈസ് റെക്കോർഡർ. നമ്മുടെ ഈ ടെയർ കാൽക്കുലേറ്ററിൽ നിന്ന് കിട്ടിയ ഒരു സിഗ്നൽ ഉണ്ടല്ലോ, ആ സിഗ്നൽ റെക്കോർഡറിലേക്ക് കൊടുക്കുന്നു. എന്നിട്ട് എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ഒരു വെയ്റ്റ് വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട് അല്ലെങ്കിൽ പെർസെൻറ്റേജ് മാസ് ചേഞ്ച് വേഴ്സസ് ടെമ്പറേച്ചർ പ്ലോട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത്രയാണ് TGAയുടെ കമ്പോണൻസ് എന്ന് പറയുന്നത്. 6 കമ്പോണൻസ്: സാമ്പിൾ കപ്പ് ആൻഡ് ഹോൾഡർ, ഫർണസ്, തെർമോകപ്പിൾ, ഫർണസ് കൺട്രോൾ, തെർമോ ബാലൻസ് ആൻഡ് റെക്കോർഡർ. ഇനി നമ്മൾ നോക്കുന്നത് ആപ്ലിക്കേഷൻസ് ഓഫ് TGA ആണ്. ഈ ഒരു ഡയഗ്രം നോക്കുക. ഈ ഡയഗ്രത്തിൽ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റിൻ്റെ ഡീകമ്പോസിഷനാണ് കാണിച്ചിട്ടുള്ളത്. ആ റിയാക്ഷൻസ് ഒക്കെ ഒന്ന് നോക്കുക. CaC2O4H2O gives CaC2O4 plus H2O. CaC2O4 gives CaCO3 plus CO. CaCO3 gives CaO plus CO2. ആ റിയാക്ഷൻസ് ഒക്കെ നോക്കി വെക്കുക. ഇനി ഇതിലെ ഹൊറിസോണൽ പോർഷൻസ് ഉണ്ടല്ലോ, അതിലെ ഹൊറിസോണൽ പോർഷൻസ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള ഹൊറിസോണൽ പോർഷൻസ് അത് ഈ CaC2O4 അതുപോലെ തന്നെ CaC2O4H2O, പിന്നെ CaC2O4, CaCO3, പിന്നെ CaO, ഇവരൊക്കെ സ്റ്റേബിൾ ആവുന്ന ഒരു ടെമ്പറേച്ചർ, അവരൊക്കെ സ്റ്റേബിൾ ആവുന്നുണ്ട്. അപ്പോൾ സ്റ്റേബിൾ ആവുന്ന ടെമ്പറേച്ചർ റീജിയൻസ് ആണ് ആ ഹൊറിസോണൽ പോർഷൻസിൽ കാണിച്ചിട്ടുള്ളത്. ഹൊറിസോണൽ പോർഷൻസ് ഏതൊക്കെയാണെന്ന് മനസ്സിലായോ? ഇത് CaC2O4H2O, അതുപോലെ തന്നെ CaC2O4, പിന്നെ
CO3, CaO, ഇവരെല്ലാം ഒരു ഹൊറിസോണ്ടൽ പോർഷൻസ് കണ്ടില്ലേ, അവിടെ എല്ലാം അവർ സ്റ്റേബിളായിട്ടാണ് നിൽക്കുന്നത്. ആ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന സ്ഥലത്തെ ടെമ്പറേച്ചർ റേഞ്ചസ് ആണ് അവിടെ എല്ലാം കാണിച്ചിട്ടുള്ളത്. ആ ഒരു ഹൊറിസോണ്ടൽ പോർഷൻസ് കാണിക്കുന്ന ആ ഒരു ടെമ്പറേച്ചർ റേഞ്ചസിനെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ഡയഗ്രാം ഉണ്ടല്ലോ, ഈ ഡയഗ്രാം ശരിക്കും തെർമോഗ്രാമെട്രിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷനും കൂടെയാണ്. കാരണം ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു TG കർവ് ശരിക്കും എന്തിനെയാണ് കാണിക്കുന്നത്? ആ തന്നിരിക്കുന്ന സ്പീഷീസ് ഒരു പർട്ടിക്കുലർ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന സ്പീഷീസ് സ്റ്റേബിൾ ആവുന്നുണ്ട്, അവർ ഏതോ ഒരു തെർമൽ കണ്ടീഷനിൽ സ്റ്റേബിൾ ആവുന്നുണ്ട്. അപ്പോൾ ആ തെർമൽ കണ്ടീഷൻ എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് TG കർവ് സഹായിക്കുന്നുണ്ട്. സോ അത് TGയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, അതുപോലെ തന്നെ മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഹാസ് എ ഗ്രേറ്റ് സിഗ്നിഫിക്കൻസ് പർട്ടിക്കുലർലി ഇൻ ഡിറ്റർമൈനിങ് ദ കറക്റ്റ് ഡ്രൈയിങ് ടെമ്പറേച്ചേഴ്സ് ഓഫ് പ്രസിപ്പിറ്റേറ്റ്സ് ഇൻ ഗ്രാവിമെട്രിക് അനാലിസിസ്. ഫോർ എക്സാമ്പിൾ, ലുക്ക് അറ്റ് ദ ഡയഗ്രാംസ്. അതായത് ഗ്രാവിമെട്രിക് അനാലിസിസിൽ പ്രസിപ്പിറ്റേറ്റ്സ് എന്താണ് അവരുടെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഡ്രൈയിങ് ടെമ്പറേച്ചേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു TGയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് താഴെ 2 ഡയഗ്രാംസ് നോക്കുക. അതിൽ A എന്ന് പറയുന്ന ഡയഗ്രാം കാണിക്കുന്നത് സിൽവർ ക്രോമേറ്റിൻ്റെ കേസാണ് പറയുന്നത്. അവിടെ 92 തൊട്ട് 812 ഡിഗ്രി സെൽഷ്യസ് വരെ അത് രണ്ടുമാണ് അതിൻ്റെ എന്താണ് ഡ്രൈയിങ് ടെമ്പറേച്ചർ റീജിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടിൻ്റെ ഡീകമ്പോസിഷനാണ് കാണിച്ചിട്ടുള്ളത്. ആ ഡീകമ്പോസിഷനിൽ ആദ്യത്തെ Ag2CrO4 സിൽവർ ക്രോമേറ്റിൻ്റെ ആ ഒരു ഗ്രാഫ് നോക്കുക, അതിൻ്റെ ഡീകമ്പോസിഷൻ നോക്കുക. അവിടെ ഫിഗറിൽ താഴെ കാണിച്ചിട്ടുണ്ടല്ലോ 92, അതുപോലെ തന്നെ 8, 112 എന്ന് പറഞ്ഞാൽ ഈ 2 ടെമ്പറേച്ചേഴ്സ് കാണിച്ചിട്ടില്ല. ഈ 2 ടെമ്പറേച്ചേഴ്സാണ് അവിടുത്തെ ഡ്രൈയിങ് ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് മെർക്കുറസ് ക്രോമേറ്റ് നോക്കുക, B എന്ന് പറയുന്ന ഫിഗർ, അതിൻ്റെ ഡീകമ്പോസിഷനാണ് ഈ രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിട്ടുള്ളത്. അവിടെയുള്ള 256 ഡിഗ്രി സെൽഷ്യസിന് താഴെയുള്ള ടെമ്പറേച്ചേഴ്സൊക്കെ എന്താണ് അതിൻ്റെ ഡ്രൈയിങ് ടെമ്പറേച്ചേഴ്സാണ്. കാരണം ആ റീജിയനിലൊക്കെ ആ ഒരു എന്താണ് മെർക്കുറസ് ക്രോമേറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈ ആയി പോകുന്നുണ്ട്. ഓക്കെ, ഇത്രയാണ് അതിൻ്റെ ഡ്രൈയിങ് ടെമ്പറേച്ചേഴ്സിനെ പറ്റി പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ ഒരു എന്താണ് TG എങ്ങനെയൊക്കെ എവിടെയൊക്കെ അവർ യൂസ്ഫുൾ ആവുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ TG നമുക്ക് എങ്ങനെയൊക്കെ യൂസ്ഫുൾ ആണ്, ഏതൊക്കെ കേസുകളിലാണ് TG യൂസ്ഫുൾ ആയിട്ടുള്ളത് നോക്കുന്നു. ഇറ്റ് ഈസ് യൂസ്ഫുൾ ഇൻ ദ കേസ് ഓഫ് അനാലിസിസ് ഓഫ് ക്ലേസ് ആൻഡ് സോയിൽസ്. അതുപോലെ തന്നെ കൈനറ്റിക് പാരാമീറ്റേഴ്സിൽ റേറ്റ് കോൺസ്റ്റൻറ്റ്, ഓർഡർ, ആക്ടിവേഷൻ എനർജി, ഫ്രീക്വൻസി ഫാക്ടർ ഓഫ് എ കെമിക്കൽ റിയാക്ഷൻസ്, ഇവിടെയെല്ലാം TG നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. TG യൂസ്ഫുൾ ആണെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇൻഓർഗാനിക് കോംപ്ലക്സസിൻ്റെ കേസിൽ അവരുടെ തെർമോസ്റ്റെബിലിറ്റിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ടും TG വളരെയധികം യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ നോക്കുന്നത് ക്യാരക്ടറൈസേഷൻ ഓഫ് പോളിമേഴ്സ് ആണ്. ഈ TGയുടെ ആപ്ലിക്കേഷൻ കുറച്ചധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഈ പോളിമേഴ്സിൻ്റെ കേസിലാണ്. One of its application is in the comparison of relative thermal stabilities of various polymers. ഓരോ പോളിമേഴ്സിൻ്റെയും റിലേറ്റീവ് ആയിട്ടുള്ള തെർമൽ സ്റ്റെബിലിറ്റി ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് ഈ TG. അപ്പോൾ അതെന്താണ് കമ്പാരിസൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് TGയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. ഓക്കെ, ഇനി ഒരു ഗ്രാഫ് നോക്കുക. ഈ ഗ്രാഫിൽ കാണിച്ചിട്ടുള്ള കർവുകൾ നോക്കുക. ഫസ്റ്റ് കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PMMA ആണ്. അതെല്ലാം ഓരോ പോളിമേഴ്സിൻ്റെ കർവുകളാണ് ഈ കാണിച്ചിട്ടുള്ളതെല്ലാം. ഫസ്റ്റ് വൺ PMMA, സെക്കൻഡ് വൺ പോളിസ്റ്റീരീൻ, തേർഡ് വൺ നൈലോൺ, ഫോർത്ത് വൺ പോളിത്തീൻ ആൻഡ് ഫിഫ്ത്ത് വൺ ലെക്സാൻ. ഇവരുടെ എല്ലാം ഈ പോളിമേഴ്സിൻ്റെ എല്ലാം തെർമൽ ഡീകമ്പോസിഷനെയാണ് ഈ TG കർവ്സ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി അവർ തെർമൽ സ്റ്റെബിലിറ്റി, ഓർഡർ ഓഫ് തെർമൽ സ്റ്റെബിലിറ്റി എന്താണെന്ന് നമുക്ക് നോക്കാം. PMMA is less than polystyrene, it is less than nylon, less than polythene and less than Lexan. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആ ഒരു ഓർഡർ ഓഫ് തെർമൽ സ്റ്റെബിലിറ്റി മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ പോളിമേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സ്, ക്രോസ് ലിങ്ക്സ്, ഡീകമ്പോസിഷൻ മെക്കാനിസംസ്, അഡിറ്റീവ് കണ്ടൻസ്, മോയ്സ്ചർ കണ്ടൻറ്റ്, അങ്ങനെ ഒരുപാട് പോളിമേഴ്സിനെ പറ്റി അങ്ങനെ ഒരുപാടുള്ള സംഭവങ്ങൾക്കെല്ലാം എന്താണ് TG നമുക്കൊരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. പോളിമേഴ്സിൻ്റെ
അറേഞ്ച്മെൻറ്റ് ഓഫ് റിപ്പീറ്റിംഗ് യൂണിറ്റ്സിനെ പറ്റിയിട്ടും ക്രോസ് ലിങ്ക്സിനെ പറ്റിയിട്ടും ഡീകമ്പോസിഷൻ മെക്കാനിസത്തെ പറ്റിയിട്ടും അഡിറ്റീവ് കണ്ടൻസിനെ പറ്റിയിട്ടും മോയ്സ്ചർ കണ്ടൻസിനെ പറ്റിയിട്ടൊക്കെ ആര് ഇൻഫർമേഷൻ തരുന്നുണ്ട്? ടീച്ച് നമുക്ക് ഇൻഫർമേഷൻ തരുന്നുണ്ട്. അതുപോലെ തന്നെ കോപോളിമർ സിസ്റ്റത്തിൻ്റെ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിനെ പറ്റിയിട്ടും ആര് ഇൻഫർമേഷൻ തരുന്നുണ്ട്? TG ഇൻഫർമേഷൻ തരുന്നുണ്ട്. ഇത്രയാണ് തെർമോഗ്രാവിമെട്രിയെ പറ്റി പറയാനുള്ളത്. ഫസ്റ്റ് അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കുക. അതിനുശേഷം തെർമോബാലൻസ് എന്താണെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് തെർമോഗ്രാവിമെട്രിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് തെർമോബാലൻസ്. അതുപോലെ തന്നെ TG കർവ് അവിടെ ഓർത്തിരിക്കേണ്ടത് ഓർഡിനേറ്റിൽ വെയിറ്റ്, ആപ്സിസിൽ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ടൈമാണ് മാർക്ക് ചെയ്യുന്നത്. പിന്നെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നു, വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചറിനും ടൈമിനും അനുസരിച്ചുള്ള സാമ്പിളിൻ്റെ വെയിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് TG കർവ്. അതുപോലെ തന്നെ TG കർവിൻ്റെ ഇൻഫർമേഷൻസ്, എന്തൊക്കെ ഇൻഫർമേഷൻസ് TG കർവ് തരുന്നുണ്ടെന്നുള്ളത്: സാമ്പിൾ കോമ്പോസിഷൻ, തെർമൽ സ്റ്റെബിലിറ്റി, ഡീകമ്പോസിഷൻ ആൻഡ് ഓൺ ദി പ്രൊഡക്ട്സ് ഫോംഡ് ഓൺ ഹീറ്റിംഗ്. ഇത്രയും ഇൻഫർമേഷൻസ് ആര് തരുന്നുണ്ട്? TG കർവ് തരുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? 5 ഫീച്ചേഴ്സ് മെയിനായിട്ട് പറഞ്ഞു പോകുന്നുണ്ട്. ഹൊറിസോണ്ടൽ പോർഷൻസിൽ അത് വെയിറ്റ് ചേഞ്ച് ഉണ്ടാവില്ല, അപ്പോൾ ആ റീജിയൻസൊക്കെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ TG കർവ് എന്താണ്? ഇറ്റ് ഇൻഡിക്കേറ്റ് റീജിയൻസ് ഓഫ് തെർമൽ സ്റ്റെബിലിറ്റി ഓഫ് എ സബ്സ്റ്റൻസ്. പിന്നെ കേർഡ് പോർഷൻ എന്തിന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? പിന്നെ TI എന്താണ്? TF എന്താണ്? അതുപോലെ തന്നെ റിയാക്ഷൻ ഇൻ്റർവെൽ എന്താണെന്നൊക്കെ പറഞ്ഞു പോകുന്നുണ്ട്. അത്രയാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്, 5 എണ്ണം. പിന്നെയുള്ളത് ഇൻസ്ട്രുമെൻറ്റേഷൻ ഫോർ TGA ആണ്. അവിടെ TG അപ്പാരറ്റസിൻ്റെ കമ്പോണൻസ് 6 കമ്പോണൻസ് ഉണ്ട്: സാമ്പിൾ കപ്പ് ആൻഡ് ഹോൾഡർ, ഫർണസ്, തെർമോകപ്പിൾ, ഫർണസ് കൺട്രോൾ, തെർമോ ബാലൻസ്, റെക്കോർഡർ എന്ന് പറയുന്ന 6 കമ്പോണൻസ് ഉണ്ട്. ആ കമ്പോണൻസ് ഒക്കെ ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ TGAയുടെ ആപ്ലിക്കേഷനാണ്. അവിടെ ഇനേർട്ട് അറ്റ്മോസ്ഫിയറിൽ കാൽസ്യം ഓക്സലേറ്റ് മോണോഹൈഡ്രേറ്റ് ഡീകമ്പോസ് ചെയ്യുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ TG കർവുകളൊക്കെ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ അത് സ്റ്റേബിൾ ആവുന്ന സ്പീഷീസ് സ്റ്റേബിൾ ആവുന്ന തെർമൽ കണ്ടീഷൻസ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് TG കർവ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈൻ ടെമ്പറേച്ചേഴ്സ്, പിന്നെ അതെവിടേക്കാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്നൊക്കെ നോക്കുക. പിന്നെ ലാസ്റ്റ് പറഞ്ഞ ക്യാരക്ടറൈസേഷൻ ഓഫ് പോളിമേഴ്സ്. അവിടെ പോളിമേഴ്സിലാണ് കുറച്ചും കൂടെ TGയുടെ ആപ്ലിക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ PMMA, പോളിസ്റ്റീരിൻ, നൈലോൺ, പോളിത്തീൻ, ലെക്സാൻ, അവരുടെ തെർമൽ സ്റ്റെബിലിറ്റിയെ പറ്റി ഒരു TG കർവ്സ് കണ്ടു. അവരുടെ ഓർഡർ ഓഫ് തെർമൽ സ്റ്റെബിലിറ്റി കണ്ടു. പിന്നെ കോപോളിമർ സിസ്റ്റത്തിൻ്റെയും പോളിമേഴ്സിൻ്റെയും കേസിൽ TG എങ്ങനെയൊക്കെ ഇൻഫർമേഷൻ തരുന്നുണ്ട് അതും പറഞ്ഞു വെച്ചു. ഇത്രയാണ് തെർമോഗ്രാവിമെട്രി. ഓക്കെ, താങ്ക് യു.